നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 9 വെള്ളിയാഴ്ച. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ഗുണകരം തന്നെയാണ്. പ്രത്യേകിച്ചും പ്രവർത്തന മേഖലയിൽ കൂടുതൽ പ്രകാശമാനമാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് അവർക്കിന്ന്. തങ്ങളുടെ കർമ്മവൈഭവം പുതുതായി പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവൃത്തിയിൽ അങ്ങേയറ്റം വിജയവും അതിൽ നിന്ന് അവർക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്ന ദിവസമാണ്. കൂടെ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ മേലധികാരികളും തങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ വർദ്ധിക്കുന്നതിൻ്റെ അനുമോദനങ്ങളും അതുപോലെ തന്നെ പ്രശംസയും പിടിച്ചുപറ്റുന്ന ദിവസം കൂടിയാണെന്ന്. ഇന്നത്തെ യാത്ര ഇവർക്ക് സുഗമവും വിജയകരവുമായിത്തീരും. സാമ്പത്തികമായ നേട്ടം ആദ്യമേ തന്നെ പറഞ്ഞു. എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്നിവർക്ക് സാമ്പത്തികമായ അനുകൂലമായ ദിവസമാണ്. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. ബന്ധുക്കളുമൊത്ത്, ഏറ്റവും അടുത്ത ആളുകളുമൊത്ത് സമാഗമത്തിനോ മറ്റു ചില യാത്രകൾക്കോ ഉല്ലാസത്തിനോ ഒക്കെ പോകാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ് ഇന്നത്തെ ദിവസം മേടം രാശിക്കാർക്ക്. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ചന്ദ്രൻ 9ൽ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും ആചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരം അത്ര ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ പിതാവിന് ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനോവിഷമമോ നേരിടുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതിൻ്റെ ആധിക്യത്താൽ സ്വാഭാവികമായിട്ടും ഈ നക്ഷത്രക്കാർ മക്കളായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് അതിൻ്റേതായ വിഷമങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നു. യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും ചെറിയ ചില ദോഷാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് വെറും താൽക്കാലികമാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം പുരോഗതി പ്രാപിക്കും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ താൽക്കാലികമായ ചില തടസ്സങ്ങളും ശാരീരികമായ അവശതയും ഉണ്ടാക്കുമെന്ന് കാണുന്നു. അപ്രതീക്ഷിത ധനം 8ലെ ചന്ദ്രൻ്റെ ഒരു പ്രത്യേക ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. എന്നാൽ ശാരീരികമായ അവശതയും മാനസികമായ വിഷമങ്ങളുമൊക്കെ ഉണ്ടാകുമെന്ന് കാണുന്നു. ഒരുപക്ഷെ ഈ നക്ഷത്രക്കാരുടെ സ്ത്രീ സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ ബന്ധുക്കൾ, അമ്മയായാലും സഹോദരിയായാലും ഭാര്യയായാലും മകളായാലും അല്ലെങ്കിൽ മറ്റു സ്ത്രീ സൗഹാർദ്ദങ്ങളായാലും അവരിൽ നിന്ന് ഒന്നുകിൽ ഈ നക്ഷത്രക്കാർക്ക് മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ആണ് ദോഷകരമായി കാണുന്നത്. സാമ്പത്തികമായിട്ട് ദോഷമില്ല. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സാമ്പത്തികമായിട്ട് വളരെ ഗുണത്തെ കൊടുക്കുകയും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയം സമ്മാനിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. വിവാഹാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ദിവസം. അതുപോലെ പ്രണയിക്കുന്നവർക്കും വളരെ അനുമോദനകമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. പൊതുവെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ദിവസമായിട്ട് കാണുന്നു. ഇന്നത്തെ ദിവസം ഭാഗ്യം ഇവർക്ക് അനുകൂലമായതിനാൽ ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ സാമ്പത്തികമായും പ്രവർത്തനപരമായും മറ്റു തരത്തിലുമൊക്കെ ഇന്ന് ഗുണമുള്ള ദിവസമാണ് കർക്കിടകം രാശിക്കാർക്ക്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ദോഷമില്ല. പ്രധാനമായും കടമാണ് വാങ്ങുന്നതെങ്കിലും ആ കടം ഇന്ന് ധാരാളമായി ഇവർക്ക് കിട്ടുന്നു. അപേക്ഷിച്ച ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒക്കെ ഇവർക്ക് ഇന്ന് ധനം അനുവദിച്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം കിട്ടുന്നൊരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാം. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്നവർ തിരികെ തരുന്നു. അത് പണമായാലും മറ്റു വസ്തുക്കളായാലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നത് പോലും കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് വേണം ഇന്നത്തെ ദിവസത്തെ സങ്കല്പിക്കാൻ. അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ടുള്ള പിണക്കമൊക്കെ മാറുന്നു, രമ്യതയിലെത്തുന്നു. കൂട്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും പഴയ ആരോഗ്യം തിരിച്ചു വരുന്നതായിട്ട് വേണം ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാൻ. പൊതുവെ ഗുണകരമാണ് ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരാം നക്ഷത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന് ചെറിയ ചില ദോഷങ്ങളോ കോട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവേ അധ്വാനം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അങ്ങേയറ്റം ഉറച്ച മനസ്സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുക, അതിനുശേഷം തൻ്റെ കർമ്മമേഖലയിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഭാഗ്യം അനുകൂലമല്ലാത്തതിനാൽ ഈശ്വരനെ അങ്ങേയറ്റം പ്രണമിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. സന്താനങ്ങൾക്ക് ചെറിയ തോതിലുള്ള അവശത കാണുന്നു. ഇന്നത്തെ ദിവസം യാത്രയ്ക്ക് ചെറിയ മുടക്കം കാണുന്നുണ്ട്. സാമ്പത്തികമായി വലിയ ദോഷങ്ങളൊന്നുമില്ലെങ്കിലും ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകുന്ന തരത്തിൽ സാമ്പത്തിക പര്യാപ്തത ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഭാഗികമായി മാത്രമാണ് കന്നിരാശിക്കാർക്ക് ഗുണം.
തുലാം രാശി. ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഭാഗികമായിട്ടേ ഗുണം സാധിക്കുകയുള്ളൂ. കാരണം മാതാവിന് ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാഹനത്തിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. ഉപാസനാമൂർത്തിയെ ധ്യാനിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ളതായി തോന്നുന്നു ഇന്നത്തെ ദിവസം. അതുകൊണ്ട് കുടുംബപരദേവത ഇവിടെയൊക്കെ പോയി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസത്തിന് ഇവർ എവിടെ തങ്ങുന്നോ അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. സാമ്പത്തികമായി 4-ാം ഭാവത്തിലെ ചന്ദ്രൻ ഗുണത്തെ കൊടുക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സാമ്പത്തിക ഗുണമുണ്ട്. ബാക്കി കാര്യങ്ങളിലൊക്കെ അല്പം നെഗറ്റീവായ അനുഭവമാണ് അനുഭവപ്പെടാൻ സാധ്യത. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ വളരെ ഗുണകരമായിട്ടാണ് ഇവർക്കിന്ന് അനുഭവപ്പെടുക. ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുക മനസ്സിൻ്റെ ശക്തിയിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ശക്തിയിലുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മ മേഖലയിൽ അങ്ങേയറ്റം ക്രിയാത്മക മനസ്സോടുകൂടി ബുദ്ധിശക്തിയോടുകൂടി ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നു. അത് അവരുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. സാഹസികമായി പോലും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് നല്ല വിജയത്തിലായിരിക്കും എത്തുക. മണ്ടത്തരമൊന്നും ഇന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ദിവസമാണ്. ബുദ്ധിയുടെയും അതുപോലെ ക്രിയാത്മക ശക്തിയുടെയും ഇടപെടൽ കൊണ്ട് ഇന്നത്തെ ദിവസം പ്രവർത്തനം വളരെ ഗുണകരമാകുന്നു. സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രങ്ങളടങ്ങുന്ന ധനുരാശിക്ക് ഇന്നത്തെ ദിവസം വാക്കും പ്രവൃത്തിയും അങ്ങേയറ്റം കരുതലോടെ ചെയ്യണമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും 2-ലെ ചന്ദ്രൻ ധനപരമായ നേട്ടം കൊടുക്കും. സാമ്പത്തിക സ്ഥാനത്ത് നിൽക്കുന്നത് ശുഭഗ്രഹമായതിനാൽ ധനപരമായ നേട്ടം കൊടുക്കുമെങ്കിലും സ്വന്തം വാക്കും പ്രവൃത്തിയും ചിലപ്പോൾ മറ്റുള്ളവരിൽ മനോവിഷമം ഉണ്ടാക്കാനുള്ള ഇടയുണ്ട്. അത് വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരായാലും ശരി, തൊട്ടയൽപ്പക്കത്തുള്ള വ്യക്തികളായാലും ശരി. അതുപോലെ സ്ത്രീകളോട് ഇടപഴകുമ്പോഴും പെരുമാറുമ്പോഴും അങ്ങേയറ്റം മര്യാദയും കരുതലും പാലിക്കുന്നത് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും. ക്ഷമിക്കാവുന്നതിനപ്പുറം ചില അബദ്ധങ്ങൾ ഇന്ന് കാണിച്ചേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. യാത്ര കരുതലോടുകൂടി ചെയ്യുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. സാമ്പത്തിക ലാഭവും പ്രവർത്തന വിജയവും കാണുന്നു. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ഉല്ലാസയാത്രയ്ക്കോ മറ്റ് മനസ്സിന് സന്തോഷം നൽകുന്ന ഇടങ്ങളിലേക്കോ പോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. ഏറ്റവും പ്രധാനം സാമ്പത്തിക നേട്ടമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മനസ്സിനും തൃപ്തി കിട്ടുന്ന ദിവസമാണ്. ആരോഗ്യപരമായും ഇവർക്കിന്ന് ഗുണത്തെ സമ്മാനിക്കുന്ന ദിവസമാണ്. കർമ്മമേഖലയിൽ നല്ല രീതിയിൽ ഇന്നിവർക്ക് വ്യാപരിക്കാൻ സാധിക്കും. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ധനപരമായിട്ട് ഇന്ന് ഒട്ടും ദോഷമല്ലെങ്കിലും ആ പണമൊന്നും ഇന്ന് ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്നത് മാത്രമാണ് ഇന്നത്തെ ന്യൂനത. അത് ഒരുപക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ചിലവഴിക്കുന്നത്. പക്ഷേ അമിത ചിലവ് ഇന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസമോ അവരുടെ ആരോഗ്യ സംരക്ഷണമോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംരക്ഷണമോ അവരുടെ മാതാപിതാക്കളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. 12-ലെ ചന്ദ്രനെ പറയുക ഉടനെ ലാഭം കിട്ടാത്ത കാര്യത്തിന് പണം ചിലവഴിക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ സ്വന്തം ആൾക്കാർക്ക് വേണ്ടിയാകുമ്പോൾ, സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാകുമ്പോൾ അതൊരു അമിത ചിലവായി കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് ധനം കിട്ടും, പക്ഷേ ചിലവഴിച്ചു പോകും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ സാമ്പത്തികമായി വളരെ നേട്ടത്തെ സമ്മാനിക്കുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും 2-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും ചന്ദ്രൻ്റെ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ്റെ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവുമൊക്കെ ഇവർക്കൊന്ന് ഗുണത്തെ സമ്മാനിക്കണം. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം വിജയത്തോടുകൂടിയും പരിപൂർണതയോടുകൂടിയും ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. സാമ്പത്തികമായ ലാഭം തന്നെയാണ് കൂടുതലായി കണക്കാക്കേണ്ടത്. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ വിജയം കാണുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. അവരുമൊത്ത് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്നു. പൊതുവെ വളരെ ഗുണകരമായ ദിവസമാണ് മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.